സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ KPCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഔദ്യോഗികമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തു. അതിനുശേഷം കൂടിയ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ കൂടി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു പ്രസ് വിളിച്ച് ചേർത്തിട്ടുള്ളത്. എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നേമ ഷജീർ, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബിനു ചുള്ളിയിലും ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേരും. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ദൃശ്യപത്ര മാധ്യമങ്ങളിൽ നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും അത് PM ശ്രീ പദ്ധതിയിൽ ഈ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചതോടുകൂടി കേരളത്തിൻ്റെ സെക്യുലർ ക്രെഡൻഷ്യലിനെ ഈ ഗവൺമെൻറ് ഒറ്റുകൊടുത്തിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയോട് പോലും ചർച്ചകളും കൂടിയാലോചനകളും ഇല്ല എന്ന് പറഞ്ഞാൽ ആ മുന്നണിയുടെ നയരൂപീകരണങ്ങളിലും നയത്തിലുമെല്ലാം ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുത്തരവാദിത്വവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് ആ ഗവൺമെൻറ് കൂട്ടുത്തരവാദിത്വമില്ലാത്ത ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ 2 തവണ മാറ്റിവെച്ച ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിലെ മറ്റു മന്ത്രിമാരറിയാതെ, ഗവൺമെന്റിലെ മറ്റ് ഘടകകക്ഷികൾ അറിയാതെ, മറ്റാരും തന്നെ അറിയാതെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മാത്രമായി തീരുമാനമെടുത്ത് ഒപ്പുവെച്ചതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ ഇന്നലകളിൽ മാധ്യമങ്ങളോട് പറയുന്നതായി കണ്ടത് ഞാനിത് തന്ത്രപരമായൊരു സമീപനം എടുത്തു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഒരു കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കുന്ന ഒരു കരാറിൽ, ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഒരു കരാറിൽ ആ പണം കിട്ടാൻ വേണ്ടി തന്ത്രപരമായി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ ധരിക്കുക ഈ ഒപ്പുവെച്ചോടുകൂടി കിട്ടാനുള്ള പണം എല്ലാം കിട്ടി, ഇനി ഈ കരാറിൽ നിന്നാണ് പിന്മാറി ഞങ്ങൾ പറ്റിച്ച് എന്ന രീതിയിലാണ് പിന്മാറാൻ സാധിക്കുമെന്ന് പറയുന്നത് പോലെയാണ്. വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് ശിവൻകുട്ടി മന്ത്രി ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത് കണ്ടത്. ഇതൊരു കുട്ടിക്കളിയല്ല എന്നുള്ള കാര്യമെങ്കിലും ശിവൻകുട്ടി മനസ്സിലാക്കണമായിരുന്നു. ഇത് ഈ സംസ്ഥാനത്തിന്റെ മതേതര പാരമ്പര്യത്തേക്ക് ഒറ്റുകൊടുത്തൊരു തീരുമാനമാണ്. നമ്മുടെ അധ്വാനം കൊണ്ട് സംസ്ഥാനത്തിനകത്ത് മുന്നോട്ട് വന്ന വികസിപ്പിച്ചെടുക്കാൻ സാധിച്ച ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ച സ്കൂളുകളെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഒപ്പുവെക്കുന്നതിലൂടെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത്. കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അധ്യാപകരുടെ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്തെ കാവ്യവൽക്കരണത്തിന് കുടപിടിക്കുന്ന ഒരു സമീപനത്തിന് സർക്കാർ കൂട്ടുനിന്നിരിക്കുകയാണ്. ഇത് കേരളത്തോടുള്ള കൊടിയ വഞ്ചനയാണ്. ഇന്നലകളിൽ ഇവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ സമരങ്ങളെ മുഴുവൻ ഇവർ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ആ സമരങ്ങളിൽ ഒന്നും തന്നെ ആത്മാർത്ഥതയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ചിത്രങ്ങൾ കണ്ടു. ഒന്ന് ABVPയുടെ സംസ്ഥാന ഭാരവാഹികൾ പോയി വിദ്യാഭ്യാസ മന്ത്രിയെ അനുമോദിക്കുന്നതും അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്ന ചിത്രം കണ്ടു. മറ്റൊരു ചിത്രം കണ്ടത് SFIയുടെ ഭാരവാഹികൾ പോയി അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്നതാണ്. SFI ഒരു നിവേദന സംഘമായിട്ടാണോ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, AYFും ASF ഒക്കെ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനെതിരെ സമരത്തിന്റെ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ASFന്റെയും AYFന്റെയൊക്കെ സംയുക്തമായ സമരങ്ങൾ കണ്ടതിൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വിപുലമായ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ ഭാഗമായി നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ കേരളത്തെ ഒറ്റിയവരെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസിന്റെ സെക്യുലർ ലോങ് മാർച്ച് തിരുവനന്തപുരത്ത് ഞങ്ങൾ നടത്തുകയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് ഒരു സെക്യുലർ ലോങ് മാർച്ചിന് തുടക്കം കുറിക്കുകയാണ്. ആ സെക്യുലർ ലോങ് മാർച്ചിലേക്ക് ഞങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ, CPIയുടെ ബിനോയ് വിശ്വമടക്കമുള്ള നേതാക്കന്മാരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അവർ ഉയർത്തുന്ന ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്ന നിലപാടുകളും സത്യസന്ധവും കൃത്യവുമാണെങ്കിൽ സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ, ഞാൻ പറയുന്നു സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്കൊപ്പം നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇവരെല്ലാവരും. ആ കൂട്ടത്തിൽ CPI ഇന്നലകളിൽ ഉന്നയിച്ച അതേ ആവേശത്തോടു കൂടി തന്നെ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ സംഘപരിവാറിനെതിരായ പോരാട്ടമാണ് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ലോങ് മാർച്ച്. സംഘപരിവാറിന് വിധേയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ലോങ് മാർച്ചാണ്. ഇപ്പോൾ പരിവാർ സംഘടനകൾക്കെതിരായ നിലപാടാണ്, വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരായ നിലപാടാണ് CPIക്കുള്ളതെങ്കിൽ
ഈ ലോങ് മാർച്ചിൽ അവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആ ലോങ് മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരുടെ നേരിട്ട് പങ്കെടുക്കാനോ പ്രതിനിധികളെ അയക്കാനോ സാധിക്കുമെങ്കിൽ അത് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തും ഞങ്ങൾ കൈമാറും. അതോടൊപ്പം തന്നെ നവംബർ 1 മറ്റൊരു പ്രഖ്യാപനം സംസ്ഥാനത്തിനകത്ത് നടക്കാനിരിക്കുന്നത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഈ പ്രഖ്യാപനത്തോട് എതിരല്ല. അതിദരിദ്രരില്ലാത്ത ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിട്ട് വേണം അത് പ്രഖ്യാപിക്കാൻ വേണ്ടി. കേവലം ഒരു പ്രഖ്യാപനത്തിൽ ഒതുക്കി നിർത്തേണ്ടതല്ല ഈ വിഷയങ്ങളൊന്നും തന്നെ. അതിന് ജനങ്ങൾക്ക് അതിനനുസൃതമായ രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകണം. ഇവിടെ ഏത് രീതിയിലാണോ ഇതിനുവേണ്ടി പണം ചെലവഴിക്കുന്നത് അത്ര തന്നെ പണം അതിന്റെ PR വർക്കിന് വേണ്ടി കൂടി ചെലവഴിക്കുകയാണ്. അത് ആത്മാർത്ഥതയില്ലാത്തൊരു ഇടപെടലാണ്. PR വർക്കിന് വേണ്ടി ചെലവഴിക്കുകയും സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ആളുകളെ പങ്കെടുപ്പിക്കുകയും വലിയ ആഘോഷപരമായ ആ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് പുറകിൽ ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നതും ഈ സംസ്ഥാനത്തെ നികുതി പണമാണ്. അതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. അതിനൊരു ഇലക്ഷൻ സ്റ്റണ്ടായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പാവപ്പെട്ടവന്റെ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പെൻഷൻ കൂട്ടുമെന്നുള്ളതാണ്. പക്ഷേ പെൻഷൻ ഇതുവരെ കൂട്ടാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ പറയുന്നു ഇതിന്റെ ഭാഗമായി ഞങ്ങൾ പെൻഷൻ കൂട്ടും, മറ്റു കാര്യങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഒരു ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിലല്ലല്ലോ ഇതെല്ലാം കൊണ്ടുവന്ന് ചെയ്യേണ്ടത്. പ്രകടന പത്രികയിൽ പറയുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ നടപ്പിലാക്കി അതിന്റെ ഗുണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരത്തെ കൈമാറണമായിരുന്നു. അതിനു പകരം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളൊക്കെ നൽകി ജനങ്ങളുടെ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ അവന്റെ സാമൂഹ്യ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിദരിദ്രമില്ലാത്തൊരു കേരളം എന്നുള്ളത് കേരളത്തിലെ എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ അതൊരു പ്രഖ്യാപനമായി നടത്തണമെന്നുള്ളതാണ്, പ്രഖ്യാപനം മാത്രമാണ് ഈ മുന്നണിയുടെ സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല. ഇതൊരു ഉയർന്ന ചിന്താഗതിയാണ്. പക്ഷേ സർക്കാരിനോട് പറയട്ടെ, ഇത് തികഞ്ഞ പാപ്പരത്വം കൂടിയാണ് ഇതിനിടയിലൂടെ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ PR വർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമര പരിപാടികൾക്കും അതോടൊപ്പം തന്നെ പ്രതിഷേധ പരിപാടികൾക്കും തുടക്കം കുറിക്കുകയാണ്. സമരപരിപാടി എന്ന് പറയുമ്പോൾ ലോങ് മാർച്ച് ഞങ്ങളൊരു വ്യത്യസ്തമായ ക്യാൻവാസിലാണ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ ശക്തി പ്രകടനമാക്കി അതിനെ മാറ്റും. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിനകത്ത് ഈ വിഷയത്തിൽ PM ശ്രീ വിഷയത്തിൽ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുള്ള സാംസ്കാരിക നായകന്മാർ, അതോടൊപ്പം തന്നെ ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ, അത്തരത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് എല്ലാവർക്കും കടന്നു വരാൻ സാധിക്കുന്ന രീതിയിൽ ആ പരിപാടിയെ മാറ്റിയെടുക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നവംബർ 1 ലോങ് മാർച്ച് നടത്തുന്നത്. അതോടൊപ്പം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളിലും മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കാനും അർഹതയുള്ള ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ വാങ്ങിക്കൊടുക്കാനും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഒരു ഇടപെടൽ കൂടി ഈ ഇന്നലത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. 14 ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ചെല്ലുകയും അതോടൊപ്പം തന്നെ ആ ജില്ലകളിലെ ജില്ലാ കൺവെൻഷനുകളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് നിന്ന് മത്സരിപ്പിക്കാൻ സാധിക്കുന്ന ചെറുപ്പക്കാരെ പരിഗണിക്കേണ്ട പട്ടിക ഉൾപ്പെടെ നേതൃത്വത്തിന് കൈമാറുകയും അവരുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പുവരുത്താൻ വേണ്ടുന്ന ശ്രമങ്ങൾ കൂടി നടത്താൻ വേണ്ടി കൂടിയാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യോഗം തീരുമാനമെടുത്തിട്ടുള്ളത്. ആ തീരുമാനത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. അല്ല, ഞാൻ പറഞ്ഞത് സർക്കാർ പറഞ്ഞിരുന്ന വാഗ്ദാനം ചെയ്തിരുന്ന പെൻഷൻ എത്രയാണ്, സർക്കാർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വാഗ്ദാനം ചെയ്യുന്ന പെൻഷൻ തുക എത്രയാണ്, അതിലേക്കൊന്നും വർദ്ധിച്ചെത്തിയില്ല. ഈ സമീപ ദിവസങ്ങളിൽ കാലങ്ങളിലൊന്നും തന്നെ ആ വർധനവ് ഉണ്ടായിട്ടില്ല. വർധനവ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് UDFന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഈ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. 10 വർഷക്കാലത്തെ പെർസെന്റേജ് വെച്ചിട്ടാണ് പലപ്പോഴും ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കണക്കുകളൊക്കെ നേരത്തെ പല ഘട്ടങ്ങളൊക്കെ നമ്മൾ സംബന്ധിച്ചിട്ടാണ്. വേണമെങ്കിൽ വീണ്ടും ആ കണക്കുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാവുന്നതാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ സമയത്ത് വരെയുള്ള കുടിശ്ശിക ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുള്ള സമയത്ത് കുടിശ്ശിക കൊടുക്കുന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയിലെ ജോസഫ് എന്ന് പറയുന്ന ഒരു വയോധികൻ ആത്മഹത്യ ചെയ്ത സാഹചര്യം നമ്മൾ ഓർക്കുന്നില്ലേ? അദ്ദേഹം ഒരു കത്ത് സംസ്ഥാന ഗവൺമെന്റിനും ജില്ലാ കളക്ടർ ഉൾപ്പെടെ ആളുകൾക്ക് നൽകിയിരുന്നു. ഞാൻ കിടപ്പ് രോഗിയാണ്, എൻ്റെ മകൾ കിടപ്പ് രോഗിയാണ്, എൻ്റെ മകൾ കിടപ്പ് രോഗിയാണ്, ഞാൻ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള ആളാണ്, എനിക്ക് തൊഴിലിന് പോകാൻ സാധിക്കുന്നില്ല, പെൻഷനാണ് ഏകമായിട്ടുള്ള വരുമാനം, അത് 6 മാസക്കാലം കിട്ടുന്നില്ല, മരുന്ന് വാങ്ങാൻ സാധിക്കുന്നില്ല, ഭക്ഷണം വാങ്ങാൻ സാധിക്കുന്നില്ല. ഈ വിവരങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു കത്ത് നൽകിയിരുന്നു. ഞാൻ പറഞ്ഞു, ഈ പെൻഷൻ തുക ആളുകൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ആർഭാട ജീവിതത്തിനല്ലല്ലോ, അവന്റെ ചികിത്സയ്ക്ക്, അവരുടെ മരുന്നിന്, ഭക്ഷണത്തിനാണ്. അപ്പൊ അതിലൊക്കെ പലപ്പോഴും കുടിശ്ശിക വീഴ്ച വരുത്തിയ സർക്കാരാണ്. ഈ കുടിശ്ശികളൊക്കെ നിൽക്കുമ്പോൾ തന്നെ വർധനവ് സർക്കാർ വാഗ്ദാനം ചെയ്ത വർധനവ് കൊടുത്തില്ല. രണ്ട്, ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്നത് കൊടുക്കുന്നത് ഞങ്ങൾ ഒരു ഘട്ടത്തിലെതിരല്ലോ. ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എന്തുകൊണ്ട് 4.5 കൊല്ലക്കാലത്തിനിടയിൽ ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ചെയ്യുന്നതിന് ഞങ്ങളെതിരല്ല. ഇനി ഇപ്പൊ പ്രഖ്യാപിച്ചാലും ഞങ്ങളെതിരല്ല. ഇപ്പൊ പ്രഖ്യാപിച്ചോട്ടെ, ജനങ്ങൾക്ക് കൊടുത്തോട്ടെ, അതുകൊണ്ട് അവർക്ക് 4 വോട്ട് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷേ വോട്ടിന് വേണ്ടി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിലാകരുത് ഇതെന്നുള്ള മാത്രം. ജനങ്ങൾ എന്നുള്ളൊരു അണ്ടർ എസ്റ്റിമേറ്റിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് തിരുത്തണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ നിലപാടല്ല അത്, സർക്കാരിന്റെ തെറ്റായ നിലപാടാണ്. അതാണല്ലോ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ മുടക്കുള്ള പണം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെയൊന്നും പറ്റിക്കപ്പെടുന്ന ജനമാണ് കേരളത്തിലെ ജനമെന്ന് ഇടതുപക്ഷം കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കരുതുന്നില്ല. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഈ ജനം ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്ന ആത്മവിശ്വാസം എന്താ? അത് ജനങ്ങൾക്ക് ഇതിനെ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ടെന്നുള്ളത് തന്നെയാണ്. കേരളമല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയപ്പോഴും ഞങ്ങൾ എല്ലാവരും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ തന്നെ അവരെല്ലാം സ്വാഗതം ചെയ്തിരുന്നു. AYF ഒക്കെ തയ്യാറാകാൻ, സംയുക്ത സമരത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ ഈ ലോങ് മാർച്ചിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, CPI നേതാക്കന്മാർ പങ്കെടുക്കാൻ തയ്യാറാകുമെങ്കിൽ അവരെ കൂടി വരെ ഞങ്ങൾ ഈ ലോങ് മാർച്ചിൽ പങ്കെടുക്കും. ജനാധിപത്യപരമായി മതേതര ബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്ന എല്ലാ ബഹുജന സംവിധാനങ്ങളെയും ഞങ്ങൾ ഈ ലോങ് മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യും. പങ്കെടുക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ അതത് സംഘടനകൾ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങളൊരു വിശാലമായ ക്യാൻവാസിലാണ് ഈ വിഷയത്തെ നോക്കിക്കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. CPI നേതൃത്വത്തിന് ഞങ്ങൾ കത്ത് നൽകും, അവരവരെ പ്രതിനിധിക്കും. അല്ല, മറ്റെല്ലായിടത്തും എത്തുമ്പോൾ ഞങ്ങൾ പിന്മാറിയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അതിന്റെ ഒരു കാലയളവിന്റെ വ്യത്യാസമുണ്ട്. ഞങ്ങളല്ല, ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല അവിടെ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. അത് അതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റാണ്. ഈ എഗ്രിമെന്റിന്റെ ഒരു പ്രത്യേകത, ഇത് മറ്റേ രാജസ്ഥാൻ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ഗവൺമെന്റിൽ ഒപ്പുവെച്ചെന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇതിന്റെ നിബന്ധനകളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വ്യത്യാസം അല്ല, തർക്കിക്കല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോ ആ കാലഘട്ടത്തിൽ അന്ന് പറഞ്ഞിരുന്നത് പോലെയുള്ള സാഹചര്യത്തിലല്ല ഈ പദ്ധതി 2022 ശേഷം 25 എത്തി നിൽക്കുമ്പോൾ വന്നു നിൽക്കുന്നത്. ഇന്നലകളിൽ മുഴുവൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ ശക്തിയുക്തം വാദിച്ച ആളുകളാണ് ഇടതുമുന്നണി. അത് വാദിക്കുകയും, ഞാൻ പറയട്ടെ, കേൾക്കൂ, തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ഒപ്പുവെച്ചിട്ടില്ല. താങ്കൾ ആദ്യം തിരുത്തുക. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയാണ് ഒപ്പുവെച്ചത്. തെലങ്കാനയിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന എപ്പോഴാണ്? തെലങ്കാനയിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് 2023 ഡിസംബറിലാണ്. എങ്ങനെ ഞങ്ങൾ ഒപ്പുവെച്ചെന്ന് പറയുന്നത്? അതിന് മുമ്പ് അവിടെ ഒപ്പുവെച്ച പദ്ധതിയല്ലേ? ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറയുന്നത് ഞങ്ങൾ പിന്മാറുന്നതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നടപ്പാക്കാൻ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഏകപക്ഷീയമായി സംസ്ഥാന ഗവൺമെന്റ് ഈ പദ്ധതിയിൽ പിന്മാറാൻ സാധിക്കില്ല. ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാരിന് പിന്മാറാൻ സാധിക്കും. ഉഭയകക്ഷി ധാരണ പ്രകാരമേ സംസ്ഥാന ഗവൺമെന്റ് പിന്മാറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ ഒപ്പുവെച്ചാൽ അത് തലവെച്ച് കൊടുത്തതിന് തുല്യമാണ്. അതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റുകളാണ് അവിടെ ഒപ്പുവെച്ചത്. ഇനി അവിടെ അവർ ഒപ്പുവെച്ചു എന്നതോ അവിടെ ആ കരാർ നിലനിൽക്കുന്നു എന്നുള്ളതോ കേരളത്തിൽ ഇടതുപക്ഷത്തിനുള്ള ന്യായീകരണമാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ന്യായീകരണമല്ലല്ലോ. ആ ഘട്ടത്തിലെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കൂടുതൽ ഈ പദ്ധതിയുടെ പുറകിലെ പിന്നാമ്പുറങ്ങളിലെ ഒളിച്ചു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടതാണ്. കേരളം ഒപ്പുവെക്കാൻ പോകുമ്പോഴേക്കും ഈ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇന്നലകളിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മറ്റിടങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബോധ്യപ്പെട്ടതിനു ശേഷം വീണ്ടും പോയി തലവെച്ചതാണ് സെറ്റ് എന്ന് പറഞ്ഞത്. അത് കേരളത്തിന്, ഞങ്ങൾ പറഞ്ഞത് എന്താ, കേരളത്തിന്റെ സെക്യുലർ പാരമ്പര്യത്തെ ഒറ്റുകൊടുത്ത പ്രവർത്തനമാണ് ഇവിടെ നടന്നതെന്നുള്ളതാണ്. കാവ്യവൽക്കരണത്തിനെതിരെ എന്ന് പറഞ്ഞ് നിരന്തരമായി സമരം ചെയ്യുക, നിരന്തരമായി ഇവിടെ സമരമുണ്ടെന്ന് പറയുക, എന്നിട്ട് അതേ സമയത്ത് തന്നെ പോയി ഈ കാവ്യവൽക്കരണത്തിന് കൊടപിടിക്കുന്ന രീതിയിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി പോവുക. മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയോട് ആലോചിച്ചിട്ടില്ല, മുന്നണിയിലെ പ്രധാനപ്പെട്ട മറ്റാരും അറിഞ്ഞിട്ടില്ല. 2 തവണ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് യോഗം മാറ്റിവെച്ചൊരു പദ്ധതി അതെങ്ങനെ ഒപ്പുവെക്കുമ്പോൾ അതിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ?
ഉണ്ട്. ഇല്ലല്ല, അത്ഭുതമല്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ പരസ്യ ഡീലായി. രഹസ്യ ഡീലിൽ നിന്ന് ഇത്ര നാൾ ഞങ്ങൾ പറഞ്ഞു, ഇപ്പൊ പരസ്യ ഡീലായി. അത്രേ പറഞ്ഞോളൂ. അത്ഭുതമൊന്നുമില്ല. ഈ സർക്കാർ നരേന്ദ്രമോദിക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു അത്ഭുതമില്ല. അത് വ്യക്തമാണ്, അത് പലപ്പോഴും ബോധ്യമാണ്. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണല്ലോ ഈ തീരുമാനങ്ങളിലേക്ക് പോയത്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇഡി നോട്ടീസൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നൊക്കെ പറയുന്നു എന്താണെന്നുള്ളത് വ്യക്തമാക്കട്ടെ, അവർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ അത്ഭുതമൊന്നുമില്ല. പാർട്ടി തീരുമാനപ്രകാരം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളും ഇന്ന് പ്രഖ്യാപിക്കുന്നു. വരുന്ന ദിവസങ്ങളിലെ പരിപാടികളൊക്കെ തന്നെ പോകുന്നതൊക്കെ തന്നെ ആ വിഷയങ്ങളെ ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ കൃത്യമാണ്. CPI-യോട് ഈ വിഷയത്തിൽ ഞങ്ങൾ സമീപനം എടുക്കുമ്പോൾ തന്നെ അതിൽ വ്യക്തമാണല്ലോ പാർട്ടിയുടെ സമീപനം ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വ്യക്തമാക്കിയത് എന്നതിനർത്ഥമില്ല. അതിന്റെ പ്രതിഷേധത്തിന്റെ വിവിധ തലങ്ങളിലൂടെ കടന്നു. KSU ഇന്നലെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ഇവിടെയാണല്ലോ നടന്നത്. ഇന്നലെ മാർച്ച് നടന്നതാണ്. വലിയ പ്രശ്നമാണ്. ശബരിമലയുടെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ യൂത്ത് കോൺഗ്രസിനായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സംസ്ഥാന പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുത്തിട്ടില്ല, പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമില്ല. ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഇരിക്കുന്നു. 3-4 സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നു. പത്തനംതിട്ടയിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഉദ്ഘാടകനായി പോയ സന്ദീപ് വാര്യർ ഉൾപ്പെടെ അവർ 10 ദിവസത്തോളം ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യം പത്തനംതിട്ടയിൽ നടന്ന ദേവസ്വം ബോർഡ് മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധങ്ങളായ കേന്ദ്രങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ ആ ഘട്ടത്തിലൊക്കെ നടന്നിട്ടുണ്ട്. ശബരിമലയിലെ ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിന് വീണ്ടും പറയുകയാണ്. ഇന്നലകളിലൊക്കെ സംഘപരിവാർ കേരളത്തിനകത്ത് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ സ്വത്ത് കൊള്ളയടിക്കപ്പെടുന്നു, അത് സർക്കാരിന്റെ രീതിയിൽ കൊള്ള നടക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം നടത്തിയിരുന്നു. അതിനെ പലപ്പോഴും ശക്തിയുക്തം എതിർത്തവരാണ് കോൺഗ്രസും LDF, എല്ലാ പാർട്ടികളൊക്കെ ശക്തിയുക്തം എതിർത്തവരാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യകതയൊക്കെ വളരെ കൃത്യമായി നമ്മളൊക്കെ പറഞ്ഞു വരുന്നതാണ്. ആ ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യതയെ പോലും ഈ സർക്കാർ കാരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ ദേവസ്വം ബോർഡിന്റെ കൂടി വിശ്വാസത്തെ പോലും സർക്കാരാണ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് ഈ ഒരു ദൈവഭയം എന്ന് സാധാരണ രീതിയിൽ ആളുകൾ പറയും. എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഒരു ദൈവഭയത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി സാധാരണ വിശ്വാസമുള്ള ആളുകളൊക്കെ പറയും. ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ പോലും പോയി, അല്ലെങ്കിൽ ദേവസന്നിധിയിൽ പോലും മോഷണം നടത്തുന്ന ആളുകൾക്ക് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണം, പിന്നെ മറ്റുള്ള ആളുകളുടെ കാര്യം പറയണം. എവിടെയെങ്കിലും ആർക്കെങ്കിലും ഭയമുണ്ടോ? അവിടെ എങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ പോലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളിടത്ത് എങ്ങനെയായിരിക്കും ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതെന്ന് ആലോചിച്ചു പോകും. 2019 കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇനി കിടക്കുകയാണല്ലോ വർഷങ്ങളുടെ. 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലെ കാര്യമാണ് പുറത്തു വന്നത്. ആദ്യ ദേവസ്വം ബോർഡിന്റെ കാര്യമാണ് പുറത്തു വന്നത്. 2ാം ദേവസ്വം ബോർഡ് അതിന് കൂട്ടുനിന്നു എന്ന് ഹൈക്കോടതിയുടെ അടക്കമുള്ള പരാമർശമുണ്ടായി. അപ്പോൾ രണ്ടാമത് ആ ദേവസ്വം ബോർഡിന് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ കൃത്യമായ പ്രതിസ്ഥാനത്ത് വരേണ്ടവരാണ്. അവരെല്ലാം അതിനകത്ത് കുറ്റക്കാരുമാണ്. എന്നിട്ടും ആ ദേവസ്വം ബോർഡ് ഇപ്പോഴും തുടരുകയാണ്. രാജിവെച്ച് പോകേണ്ടതാണ്. PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുകയും അനധികൃതമായ സ്വത്തുണ്ടെങ്കിൽ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ മോഷണം പോയിട്ടുള്ള ആ സ്വർണത്തിന്റെ ഉത്തരവാദികളായിട്ടുള്ള ഈ ദേവസ്വം ബോർഡിന്റെ വിവിധ ഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള ബോർഡ് അംഗങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടുകയെങ്കിലും വേണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ആ വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റു വിശദകാര്യങ്ങൾ വേറെ കൂടുതലായിട്ട് അറിയില്ല. പ്രതീക്ഷിക്കുന്നത് അല്ല, വയനാട്ടിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. 1-2 തവണ ചില മാധ്യമങ്ങളെ തെറ്റായ ഒരു വാർത്തകൾ പ്രചരിച്ചുകൊണ്ട് കൂടിയിട്ടാണ്. വയനാട്ടിൽ ഞങ്ങൾ അന്ന് വീട് പ്രഖ്യാപിക്കുന്ന സമയത്ത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവിടെ പാർട്ടി നേതൃത്വമായി കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങൾ വീട് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ എടുത്തൊരു സമീപനം എന്ന് പറയുന്നത്, ഞാനത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടു വന്നത്. ഞങ്ങൾ ആ ഘട്ടത്തിലെടുത്ത സമീപനം അവിടെ ഒരു സമാനതകളില്ലാത്തൊരു ദുരന്തത്തിന് ആ നാട്ടിലെ ജനങ്ങൾ സാക്ഷിയാകുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങളെല്ലാവരും ആ സ്ഥലത്ത് പോയ ആളുകളാണ്. മൃതദേഹങ്ങൾ ഏറ്റവും ആദ്യം ഏറ്റെടുത്ത പല ചെറുപ്പക്കാരുമായി സംസാരിച്ച ആളാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി രോഹിത് ബോധിയാണ് വയനാട്ടിലെ ഏറ്റവും ആദ്യം ആ ദുരന്ത സ്ഥലത്തേക്ക് എത്തുന്നതും ആദ്യം മൃതദേഹം എടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനവും ഉണ്ടായിരുന്നു. വളരെ വളരെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഞങ്ങളെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത്, സർക്കാർ വീട് കൊടുക്കണം അല്ലെങ്കിൽ സർക്കാർ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി നിൽക്കുക എന്നുള്ളതിനപ്പുറം
ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം സർക്കാരിന്റെ കൂടി ഭാഗമായി ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്, ആ ഘട്ടത്തിൽ തീരുമാനിച്ചത്. അപ്പോൾ ഭവനം കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകളെ ആ ഘട്ടത്തിൽ സർക്കാർ സ്വാഗതം ചെയ്തു. അന്ന് പറഞ്ഞ് 8 ലക്ഷം രൂപ വിലമതിക്കുന്ന വീടുകളാണ് വെക്കേണ്ടത് എന്നുള്ളതാണ് ഒരു ജനറലായ ഒരു ധാരണ അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്. അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആയിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ 8 ലക്ഷം രൂപ വിലമതിക്കാവുന്ന വീടുകൾ ഞങ്ങൾക്ക് എത്ര വീടുകൾ വെച്ച് നൽകാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 30 വീടുകൾ അനൗൺസ് ചെയ്തത്. ആ 30 വീടുകൾ അനൗൺസ് ചെയ്യുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ചെറിയ ഒരു ധനസമാഹരണം നടത്തിയത് പോലും ആളുകളിൽ നിന്ന് പണം പിരിച്ചിട്ടല്ല. ഞങ്ങൾ വിവിധ ചലഞ്ചുകൾ നടത്തി അതിന്റെ ലാഭവിഹിതമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ഒരു 2.5 കോടി രൂപയെങ്കിലും ഈ തരത്തിൽ കണ്ടെത്തണമെന്നുള്ളതാണ്. പക്ഷെ അത്രത്തോളം ലാഭകരമായ രീതിയിലല്ല ആ കാര്യം നടന്നത്. ബിരിയാണി ചലഞ്ചമായും അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യസ്തമായ ചലഞ്ചൊക്കെ ആയിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റികൾ ആ പണം കണ്ടെത്തിയത്. വേറൊരു കളക്ഷൻ അതിന്റെ ഭാഗമായിട്ട് ആരും നടത്തിയിട്ടില്ല. 1,05,00,000 രൂപ അന്ന് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ വിവാദം വരുന്ന സമയത്ത് അന്നത് 88 ലക്ഷം രൂപയാണ്. അതിനുശേഷം ഞങ്ങളുടെ ജില്ലാ പര്യടനങ്ങൾ ഒരു റൗണ്ട് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് 1,05,00,000 രൂപയായിട്ട് മാറി. ഇപ്പോൾ 1,05,00,000 രൂപ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഭവന നിർമ്മാണം തുടങ്ങുന്നതിൽ വന്ന കാലതാമസം എന്ന് പറയുന്നത് പ്രഖ്യാപിക്കുന്ന സമയത്ത് സർക്കാർ ഭൂമി അനുവദിക്കുമെന്നുള്ള ഒരു വാക്കാലുള്ള സംസാരങ്ങളും ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് സർക്കാർ പിന്മാറി ഭൂമി അനുവദിക്കില്ല, പണം സർക്കാരിന് കൈമാറിയാൽ സർക്കാർ ഏജൻസി കൊണ്ട് വീട് വെപ്പിക്കുമെന്നുള്ള തീരുമാനമെടുത്തു. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഒരു പൊതുവായ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിച്ച വീട് ഞങ്ങൾ തന്നെ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഭൂമി അനുവദിക്കാത്ത ഘട്ടത്തിൽ ഭൂമി സ്വന്തമായി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. പാർട്ടി പ്രഖ്യാപിച്ച സ്ഥലത്ത് തന്നെ വീട് വെക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചു. രാഹുൽ ഗാന്ധിയുടെ 100 വീടുകളുടെ പദ്ധതിയുടെ ഭാഗമായി ഈ 30 വീടുകൾ കൂടി ഉൾപ്പെടുത്തി പാർട്ടി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് ഈ വീട് വെക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ പാർട്ടിയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. അവിടുത്തെ ഒരു പ്രത്യേകത, എല്ലാ ഭൂമിയിലും വീട് വെക്കാൻ സാധിക്കില്ല. വിവിധ സോണുകളുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാ ഭൂമിയിലും വീട് വെക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമി നൽകാൻ ഇപ്പോഴും തയ്യാറായ ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷെ അതിന്റെ പേപ്പർ വർക്കുകളും മറ്റു കാര്യങ്ങളായിട്ട് പരിശോധിച്ച് വരുമ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല, അനുവാദം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ ഭൂമിക്കും അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ കിട്ടിയ സ്ഥലത്തിനൊക്കെ ഈ പ്രയാസങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഭൂമിക്ക് 5 ഏക്കർ ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തു, അതിന്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 5 ഏക്കർ വീതമുള്ള 2 സെറ്റ് ഭൂമിയായിട്ട് പാർട്ടി ഏറ്റെടുക്കുന്നുണ്ട്. ആ ഭൂമിയിൽ യൂത്ത് കോൺഗ്രസിന്റെ വീട് വെക്കാനായിട്ട് സ്ഥലം അനുവദിക്കും, ഞങ്ങൾ പണം കൈമാറി അവിടെ തന്നെ വീട് വെക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വീട് നിർമ്മാണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, വീട് നിർമ്മാണം ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു കമ്മിറ്റ്മെന്റാണ്. ഞങ്ങളൊരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു കമ്മിറ്റ്മെന്റാണ്. ഞങ്ങളാൽ കഴിയുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാനെടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗം. അത് ഞങ്ങൾ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞത് ഒരു തരത്തിലും യാതൊരുവിധ മറ്റ് ചിന്തകളുടെ ഭാഗമായിട്ടല്ല. അത് പൂർത്തീകരിക്കേണ്ടത് ഞങ്ങളെല്ലാവരും ഉത്തരവാദിത്തമാണ്, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾക്ക് ഞങ്ങൾ നിശ്ചയിച്ച സമയത്തിനപ്പുറത്തേക്ക് കടന്നുപോയതിന്റെ കാരണം ഈ പറയുന്ന സാങ്കേതികമായ പ്രശ്നങ്ങളാണ്. ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പോലെ ഭൂമിക്ക് സൗകര്യങ്ങൾ കിട്ടുന്ന സ്ഥലമല്ല വയനാട് എന്നുള്ളതുകൊണ്ടാണ് ഈ സാങ്കേതിക പ്രശ്നം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാങ്കേതിക തടസ്സങ്ങൾ മാറിയാൽ ഏറ്റവും അടുത്ത ദിവസങ്ങൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭവന നിർമ്മാണം ആരംഭിക്കും എന്ന് പറഞ്ഞു. അന്നത്തെ ആക്ഷേപങ്ങളൊന്നും സത്യത്തിൽ യാതൊരു വസ്തുതകളും ഇല്ലാത്ത ആക്ഷേപമാണ്. കാരണം ഈ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ വയനാട് കളക്ഷൻ ആരംഭിച്ചതിന് ശേഷം ഒരു സിംഗിൾ രൂപ പോലും പിൻവലിച്ചിട്ടില്ല, ഒരു രൂപ പോലും വിഡ്രോ ചെയ്തിട്ടില്ല. ആ അക്കൗണ്ടിലേക്കാണ് ഞങ്ങളുടെ കമ്മിറ്റികൾ പണം നൽകുന്നത്. ആ നൽകിയ പണം മുഴുവൻ ഞങ്ങളുടെ കൈവശം ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ആ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതും ആ അക്കൗണ്ടിലേക്ക് ഇടയ്ക്ക് സംഘടനാപരമായിട്ട് വന്ന 5 ലക്ഷം പോലും ആ അക്കൗണ്ടിലാണ്. പക്ഷെ അതുപോലും ഞങ്ങൾ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത്. 1 രൂപ പോലും അതിൽ മിസ്മാനേജ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് സംഭവിച്ച ആകെ ഒരു കാര്യം വേണമെങ്കിൽ പറയാവുന്നത്, ഞങ്ങളുടെ ചില കീഴ്ഘടകങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിൽ മുന്നോട്ട് വരാൻ സാധിച്ചില്ല. അപ്പോൾ ആ മുന്നോട്ട് വരാൻ സാധിക്കാതെ പോയ ചില ഘടകങ്ങൾക്ക് നടപടി എടുക്കേണ്ടതായി വന്നു. അത് എല്ലാ കാലത്തേക്കുള്ള നടപടിയല്ല, അവരുടെ പോരായ്മ അവർ തിരുത്തിയാൽ ആ നടപടി പിൻവലിക്കുന്നുള്ള ഘട്ടമാണ്. അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും ജില്ലാ പര്യടനം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ പണം കുറച്ചുകൂടി വന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിലെ പണമായി ഞങ്ങൾ 1,05,00,000 രൂപ കളക്ട് ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ ഞങ്ങൾ ബാക്കി പണം കൂടി കളക്ട് ചെയ്ത് ഈ പദ്ധതി പൂർത്തീകരിക്കും. അത് പാർട്ടി കൂടി കൈമാറി അത് പാർട്ടിയുടെ സ്ഥലത്ത് തന്നെ അത് പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, സമയത്തിന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഭൂമി ഏറെക്കുറെ ആയി, ഇനി അവിടെ നിർമ്മാണത്തിന് അനുവാദം കിട്ടേണ്ട സാവകാശമേ ഉള്ളൂ. അത് ഞാൻ ആദ്യമേ പ്രഖ്യാപിക്കാത്ത ഇപ്പോൾ നേരത്തെ ആരംഭിച്ച പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സാങ്കേതിക തടസ്സങ്ങൾ പെട്ടുകിടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ സമയം ഞാൻ ഇന്ന ഡേറ്റിൽ ആരംഭിക്കുന്നു ഇന്ന ഡേറ്റിൽ അവസാനിക്കുന്നു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ തീർക്കേണ്ട ഞങ്ങൾ ഉത്തരവാദിത്തമാണല്ലോ. ഞങ്ങൾ ഈ നാട്ടിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കേണ്ട ആളുകളല്ലേ. ഇത് ഞങ്ങളെ സീരിയസ് ആയിട്ട് ഞങ്ങളെ ബാധിക്കുന്ന രീതിയിലാണല്ലോ ഇതിന്റെ ഒരു ക്യാമ്പയിൻ മുഴുവനായിട്ട് പോയതെല്ലാം തന്നെ. സ്വാഭാവികമായിട്ട് ഞങ്ങൾ തീർക്കേണ്ടതല്ലേ. അത് ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഞങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ഞങ്ങളുടെ കമ്മിറ്റികളുടെ സ്ട്രെങ്ത് മുഴുവൻ ഉപയോഗിച്ച് അത് ഞങ്ങൾ പൂർത്തീകരിക്കും.